2026 ഫെബ്രുവരിയിൽ ചങ്ങനാശ്ശേരി SP കോളേജ് ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായിട്ട് നമ്മുടെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ എത്തിയ സമയത്ത് പെരുന്നയിലെ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. അന്ന് തുടങ്ങിയ വിവാദമാണ്, അന്ന് തുടങ്ങിയ തമ്മിലടിയാണ് ഇതുവരെ തീർന്നിട്ടില്ല. ഇപ്പൊ ഏറ്റവും ഒടുവിൽ സുകുമാരൻ നായർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് പട്ടിയുമായിട്ടൊക്കെ വരുമ്പോഴുണ്ടാകുന്ന പ്രോട്ടോകോൾ ലംഘനമാണ് എന്ന് പറയുന്നുണ്ട്. വാസ്തവത്തിൽ ഈ ഒരു തമ്മിലടിയുടെ ഉൾക്കാമ്പിലുള്ള വിഷയം എന്താ സർ? ഉൾക്കാമ്പിലുള്ള വിഷയം എന്ന് വെച്ചാൽ NSS ആസ്ഥാനത്ത് അല്ലെങ്കിൽ NSS നേതൃത്വത്തിൽ സംഭവിച്ചിരിക്കുന്ന ജീർണതയാണ്. സുകുമാരൻ നായർ ഇന്നിപ്പോ NSS ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്നു. അദ്ദേഹം അവിടെ ഇരിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംഘടനയെ കാലാകാലങ്ങളായിട്ട് ഒടിഞ്ഞോടി വന്ന ഒരു ജീർണത ഈ സുകുമാരൻ നായരെ പോലുള്ള ഒരു വ്യക്തിക്ക് ആ സ്ഥാനത്തേക്ക് എത്താനുള്ള വഴിയൊരുക്കി. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇപ്പൊ സുകുമാരൻ നായർ ഈ ഒരു പദവിയിൽ ഇരിക്കുന്നതിന് ആരോടെങ്കിലും കടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്തരിച്ചുപോയ മുൻ മുഖ്യമന്ത്രി കരുണാകരനോടാണ് കടപ്പെട്ടിരിക്കുന്നത്. കാരണം 80കളിലൊക്കെ ഈ കിടങ്ങൂർ ഗോപാലകൃഷ്ണനുള്ള വളരെ അധികായനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയമാണ്. അന്ന് NDP ഒക്കെ ഉണ്ട്. അപ്പൊ കിടങ്ങൂർ ഗോപാലകൃഷ്ണനുള്ള NSSന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടും ഇവിടെ നിൽക്കുന്ന സമയത്ത് വളരെ ശക്തമായ ഒരു സാന്നിധ്യമായിരുന്നു കിടങ്ങൂർ ഗോപാലകൃഷ്ണനുള്ള കേരള പൊളിറ്റിക്സിൽ സാധിച്ചത്. മാത്രമല്ല നായർ സമുദായ അംഗങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് ഭയങ്കരമായ സ്വീകാര്യത ഉണ്ടായിരുന്നു. എവിടെ പോയി കഴിഞ്ഞാലും കിടങ്ങൂർ ഗോപാലകൃഷ്ണൻ പോയി കഴിഞ്ഞാൽ കിടങ്ങൂർ ഗോപാലകൃഷ്ണനുള്ള കാഴ്ചയ്ക്ക് പോലും ഈ പറഞ്ഞ വലിയൊരു ഫിഗറായിരുന്നു. അദ്ദേഹത്തിന് അവിടെ പോയി കഴിഞ്ഞാലും ആനയും അമ്പാരിയും താലപ്പൊലിയൊക്കെ വെച്ചിട്ടാണ് സ്വീകരണമൊക്കെ. അത് അദ്ദേഹം ആസ്വദിക്കുകയും ചെയ്തിരുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു ശക്തിയായിട്ട്, ഒരു ശക്തി കേന്ദ്രമായിട്ട് കിടങ്ങൂർ ഗോപാലകൃഷ്ണനുള്ള മാറുന്നു എന്ന് കണ്ടപ്പോൾ കരുണാകരൻ, അദ്ദേഹം വളരെ രാഷ്ട്രീയ ബുദ്ധികൂർമ്മതയുള്ള വ്യക്തിയാണല്ലോ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഈ ഒരു നായർ സമുദായത്തിൽ ഇത്രയും ആൾക്കാർ പറഞ്ഞാൽ കേൾക്കുന്ന രീതിയിലുള്ള ഒരു നേതാവ് വന്നു കഴിഞ്ഞാൽ തങ്ങൾക്ക് അപകടമാണെന്ന് മനസ്സിലാക്കിയിട്ട് കിടങ്ങൂർ ഗോപാലകൃഷ്ണൻ പിള്ളയെ സിംഗപ്പൂർ ഹൈക്കമ്മീഷണർ അയച്ചു. ഇവിടെയാണ് ഇതിന്റെ ആരംഭം വരുന്നത്. അത് ഏറ്റു എന്നുള്ളതാണ്. അതിന്റെ തുടർച്ചയായിട്ടാണ് പിന്നീട് തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പൊ അന്ന് നാരായണ പണിക്കര് അവിടെ ട്രഷററായിരുന്നു. അദ്ദേഹം ഒരു പാവമനുഷ്യൻ. അപ്പൊ അങ്ങനെ മത്സരിച്ച് അദ്ദേഹത്തിനെതിരെ മത്സരിച്ചത് N ഭാസ്കരൻ എന്നായിരുന്നു. പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പ്രസിദ്ധനായ വക്കീലും വളരെ ഈ പറഞ്ഞ പോലെ ഈ കരുണാകരനോടൊക്കെ തന്നെ കടപിടിക്കാൻ പറ്റുന്ന ബുദ്ധികൂർമ്മതയുള്ള വ്യക്തിയൊക്കെ ആയിരുന്നു. അപ്പൊ കരുണാകരൻ ഈ ഭാസ്കരൻ നായരും ഇദ്ദേഹവും തമ്മിൽ മത്സരം വന്നു. അപ്പൊ അപ്പം കിടങ്ങൂർ ഗോപാലകൃഷ്ണനിലേക്ക് സിംഗപ്പൂരിൽ പോയിരുന്നുണ്ട്. ഹൈക്കമ്മീഷണർ ആണെങ്കിലും ഈ സമുദായത്തിന്റെ NSSന്റെ ഭരണം തന്റെ കയ്യിൽ നിൽക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ട്രഷററായിട്ടുള്ള വളരെ സാധാരണ സാധു മനുഷ്യനായ പണിക്കരെ സജസ്റ്റ് ചെയ്തു. അങ്ങനെ പണിക്കരും N ഭാസ്കരൻ നായരും കൂടെ ഉള്ള മത്സരത്തില് പണിക്കർ വിജയിക്കുന്നു, ഭാസ്കരൻ നായർ തോൽക്കുന്നു. ഇതാണ് സംഭവിച്ചത്. അതായത് കിടങ്ങൂർ ഉദ്ദേശിച്ച കാൻഡിഡേറ്റ് ജയിക്കുന്നു. അപ്പോ ഭാസ്കരൻ നായർ ഈ പറഞ്ഞ പോലെ ബുദ്ധികൂർമ്മത കിട്ടും ഇല്ലല്ലോ. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ഭാസ്കരൻ നായർ അടവ് മാറ്റി നാരായണ പണിക്കരോട് പറഞ്ഞു, നാരായണ പണിക്കർ നിങ്ങൾ ശരിക്കും ഇപ്പൊ NSS ജനറൽ സെക്രട്ടറി ആയിട്ട് ജയിച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി നിങ്ങൾ ആർക്കും വേണ്ടി മാറി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി NSSനെ നിങ്ങൾ ഭരിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭരിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ N ഭാസ്കരൻ നായർ ഇദ്ദേഹത്തിന്റെ ഒരു പിന്നിലൊരു ഫോഴ്സ് ആയിട്ട് നിന്ന് നാരായണ പണിക്കരുടെ ഭരണം തുടങ്ങും. നാരായണ പണിക്കർക്ക് അത്ര വലിയൊരു എന്താ പറയുക അസെപ്റ്റ് ചെയ്യാനുള്ള ശേഷിയൊന്നുമുള്ള മനുഷ്യനല്ല. അങ്ങനെ അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നു. പിന്നെ ആ സമയത്ത് അവിടുത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ജീവനക്കാരനാണ് ആര്? സുകുമാരൻ നായർ. അതിനു മുമ്പ് ഞാൻ 80കളിലൊക്കെ എൻ്റെ 20കളുടെ തുടക്കത്തിൽ 20കളിലൊക്കെ ഇങ്ങനെ പത്തനംതിട്ടയിലൊക്കെ ഞാൻ മാധ്യമപ്രവർത്തനം നടത്തുന്ന സമയത്ത് അവിടുത്തെ ജില്ലാ കറസ്പോണ്ടൻ്റായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സമയമാണ്. അപ്പൊ അന്ന് ഞാൻ ഇദ്ദേഹം ഇങ്ങനെ സെക്രട്ടറി ആവുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ അന്ന് ഞാൻ പത്തനംതിട്ട വെച്ചിട്ട്, പത്തനംതിട്ട ഏത് സ്ഥലമെന്ന്, പത്തനംതിട്ട എന്നൊക്കെ ഉള്ള ഒരു ചെറിയൊരു ഗ്രാമപ്രദേശം പോലെയാണ്. അപ്പൊ അവിടെ എനിക്ക് ഈ കിടങ്ങൂരിനെ ഒന്ന് കാണണം. മിക്ക ദിവസവും പത്രത്തിലൊക്കെ ഈ കിടങ്ങൂരിന്റെ സ്വീകരണമൊക്കെയാണ് കാണുന്നത്. അപ്പൊ കിടങ്ങൂരിനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ കിടങ്ങൂരിനൊന്ന് കാണുകയും വേണം. ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനും കൂടെ ഞാനവിടെ പോകുന്ന സമയത്ത് കാണുന്ന കാഴ്ച ഒരു അംബാസഡർ കാർ. അന്ന് എനിക്കൊന്ന് AC ആണെന്നോ, അന്ന് AC ഒക്കെ വളരെ അപൂർവമാണ്. അതിനകത്ത് കുറെ ലൈറ്റുകളും ഒക്കെ മറ്റതൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ വന്ന് ഇറങ്ങുന്നു.
ആദ്യം കാണുന്നത് ഈ ഫ്രണ്ട് ഡോർ തുറന്നിട്ട് ഒരാൾ അതിനകത്ത് പുറത്തുനിന്ന് ഒരൊറ്റ തെറിക്കലാണ്, ചാട്ടമാണ്. ആ തെറിക്കൽ വന്നിട്ട് പെട്ടെന്ന് ഓടി വന്ന് ബാക്കിലെ ഡോറ് തുറന്നു കൊടുക്കുന്നു. തുറന്നു കൊടുക്കുമ്പോൾ ഈ കിടങ്ങൂര് നല്ല ഉയരമൊക്കെ ഉള്ള തടിയൊക്കെ ഉള്ള മനുഷ്യനാണ്. അപ്പൊ ഈ കിടങ്ങൂരിന്റെ തല ഈ അംബാസഡർ കാറിന്റെ മുകളിൽ തട്ടാതിരിക്കാനായിട്ട് ഈ കാറിന്റെ ഡോർ തുറന്നു കൊടുത്ത മനുഷ്യൻ ഇങ്ങനെ കൈവച്ചു കൊടുക്കും. മനസ്സിലായില്ലേ? കിടങ്ങൂട് ഇറങ്ങുന്നു. ഞാൻ ഇങ്ങനെയാണ് ആദ്യമായിട്ട് ഈ സുകുമാരൻ നായരെ കാണുന്നത്. അന്ന് സുകുമാരൻ നായർ അടുത്ത കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ജീവനക്കാരനാണ്. അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ഇപ്പം ഈ നാരായണപ്പണിക്കർ വന്നതിന് ശേഷം ഇദ്ദേഹം പിന്നെ അവിടുത്തെ ഈ തുടക്കത്തിലെ ഇവിടുത്തെ NSSലെ കാര്യങ്ങളെല്ലാം അറിയാമല്ലോ. അപ്പൊ നാരായണ പണിക്കർക്കാണെങ്കിൽ പ്രത്യേകിച്ച് അവിടുത്തെ വലിയ കാര്യങ്ങളൊന്നും പിടിയുമില്ല. അങ്ങനെ പതുക്കെ ഇദ്ദേഹത്തിനെ മണിച്ചേട്ടൻ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ നാരായണ പണിക്കരുടെ ഒരു ഉപദേശകനും ഒക്കെയായി ഇങ്ങനെ മാറി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം നാരായണ പണിക്കരുടെ PA ആയി. PA ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് വിഷയം വന്നു കഴിഞ്ഞാൽ നാരായണ പണിക്കർ പറയും, സുകുമാരൻ നായരോട് പോയി പറ, ഇപ്പൊ ഒരു അപ്പോയിന്റ്മെന്റ് വേണം, അപ്പൊ ഒരാളൊരു അപ്പോയിന്റ്മെന്റ് വരുന്നു, ഇത് നോക്കിയിട്ട് ഇത് സുകുമാരൻ നായരെ കൊടുക്കാൻ പറയും. അപ്പൊ സുകുമാരൻ നായർ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തീരുമാനങ്ങൾ എടുത്തു കളഞ്ഞു. അവസാനം നാരായണ പണിക്കരെ ശാസിക്കുന്ന അവസ്ഥയിലേക്ക് വരെ ഇദ്ദേഹം. അതിനുശേഷം പിന്നെ ഇദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ആയി മാറുന്നു, ഗ്രേഡ് മാറി. പിന്നെ NSS എന്ന് പറഞ്ഞാൽ അന്ന് തൊട്ട് ഈ പണിക്കരുടെ ഒരു ആദ്യ കാലഘട്ടം കഴിഞ്ഞോടുകൂടി NSS ശരിക്കും സുകുമാരൻ നായരുടെ പിടിയിലേക്ക് ഒതുങ്ങുകയാണ്. അന്ന് അക്കാലത്ത് ബാലകൃഷ്ണപിള്ളയൊക്കെ NSSൽ കിടങ്ങൂരിന്റെ സമയത്തൊക്കെ വരുമ്പോൾ അവരൊക്കെ ഈ കിടങ്ങൂരും ബാലകൃഷ്ണപിള്ള എന്നൊക്കെ പറഞ്ഞാൽ സമന്മാരെ പോലെ പെരുമാറുന്ന കക്ഷികളാണ്. അന്ന് ബാലകൃഷ്ണപിള്ളയും കേരള രാഷ്ട്രീയത്തിൽ കത്തിക്കുന്ന സമയമാണ്. ആ ബാലകൃഷ്ണപിള്ളയുടെയൊക്കെ മുൻപിൽ നമ്മുടെ അവിടെയുള്ള സുഹൃത്തുക്കൾ പറഞ്ഞത് ഈ സുകുമാരൻ നായർ ഈ ബാലകൃഷ്ണപിള്ളയുടെയൊക്കെ ഒരു നോട്ടം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ NSL ഉണ്ടായിരുന്ന പഴയ സുഹൃത്തുക്കളൊക്കെ പറയുന്നതാണ്. ആ സുകുമാരൻ നായരെ പിന്നീട് ബാലകൃഷ്ണപിള്ള ബഹുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും, ഗണേഷ് കുമാറിന്റെ ഭാഷ്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, പിതൃതുല്യനായിട്ട് എന്നെ പോലെ സുകുമാരൻ നായരെ കാണണം, എന്നും ഒപ്പം ഉണ്ടാവണം എന്നും പറഞ്ഞു. അപ്പൊ എന്ന് പറഞ്ഞാൽ സുകുമാരൻ നായരുടെ വളർച്ച എന്ന് പറയുന്ന ആ ഒരു ജീർണതയ്ക്ക് നല്ലൊരു പങ്ക് അന്ന് ഡയറക്ടർ ബോർഡ് മെമ്പറും NSSൽ വളരെയധികം സ്വാധീനവും മുൻ മന്ത്രിയും ഒക്കെ ആയിരുന്ന ബാലകൃഷ്ണപിള്ളയ്ക്ക് മുഖ്യമായ ഒരു പങ്കുണ്ട്, അല്ലെ? അപ്പൊ ഈ ഒരു ജീർണത, പിന്നെ അതിന് ശേഷം ഈ പറഞ്ഞതുപോലെ ഗണേഷ് കുമാർ അഭിനയിച്ച് കാണിച്ചതുപോലെ എല്ലാവരും അവിടെ വരണം. മുഖ്യമന്ത്രിയാണെങ്കിലും കേന്ദ്രമന്ത്രിമാരാണെങ്കിലും ഇദ്ദേഹത്തിനെ വന്ന് കാണണം. ഇദ്ദേഹത്തിനെ വന്ന് കണ്ട് ഒരു എന്താ പറയുക, ഒരു പൂജാരിയെ പോലെ, അതായത് ഇദ്ദേഹം മതത്തിനെ ദൈവമാക്കി, ഇദ്ദേഹത്തിന് സ്വയം പൂജാരിയുമായിട്ട് മാറുന്ന ഒരവസ്ഥ. അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് നമ്മുടെ ഉപരാഷ്ട്രപതി ഇവിടെ വരുന്നു. ഉപരാഷ്ട്രപതി വന്നു കഴിഞ്ഞാൽ എന്തു പറ്റും? പ്രോട്ടോക്കോളുണ്ട്. പ്രോട്ടോക്കോൾ പ്രകാരം ഈ പറഞ്ഞതുപോലെ ഉപരാഷ്ട്രപതിക്ക് ഇദ്ദേഹത്തിന്റെ മുറിയിൽ പിന്നെ CCTV ഒക്കെ ഉണ്ട്. ആ CCTVയിലൂടെ ആരാണ് വരുന്നതെന്നൊക്കെ കാണാം. അതനുസരിച്ചിട്ടാണ് പുള്ളിയുടെ ഭാവങ്ങളൊക്കെ മാറുന്നതാണ് പറയുന്നത്. അത് ഗണേശൻ പറഞ്ഞ വളരെ കറക്റ്റാണ്. അപ്പൊ ഉപരാഷ്ട്രപതിയൊക്കെ വന്നാൽ പ്രോട്ടോകോൾ പാലിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അവിടെ ആർക്കായിരിക്കും ശ്രദ്ധ കൂടുതൽ കിട്ടുന്നത്? ഉപരാഷ്ട്രപതിക്കായിരിക്കും. തന്റെ ശ്രദ്ധ പിന്നിലേക്ക് പോകും. അതെങ്ങനെ ശരിയാവുക? അവിടെയാണ് പ്രശ്നങ്ങൾ. അതുകൊണ്ടാണ് ഇപ്പൊ ഉപരാഷ്ട്രപതി വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കൂടെ കുറെ വൃന്ദങ്ങളുണ്ട്. അദ്ദേഹം പറയും, മണിച്ചേട്ടൻ വന്ന ശ്രദ്ധ മുഴുവൻ ഇങ്ങനെ പോകും, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം അങ്ങ് കേൾക്കും. ഇത്രേ ഉള്ളൂ ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ വരവിന്റെ തുടക്കം ഞാൻ സൂചിപ്പിച്ചല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക്, മാത്രമല്ല എന്തൊരു വലിയ സ്ഥാപനമാണ്. ഏതാണ്ട് 76ഓളം കോളേജസുകളുണ്ട്, 166ഓളം സ്കൂളുകളുണ്ട്. അപ്പൊ ഇത്രയും വലിയൊരു സ്ഥാപനമാണ് ഒരു ഇതിന്റെ തലപ്പത്താണ് ഇദ്ദേഹം ഇരിക്കുന്നത്. പിന്നെ നായർ സമുദായത്തിന്റെ തലപ്പത്തുമാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഉപരാഷ്ട്രപതിക്ക് അവിടെ കിടക്കാനായിട്ട് അവസരം കൊടുക്കാറുണ്ട്. ഈ പട്ടി എന്നൊക്കെ പറയുന്നത് ആലോചിച്ചു, മഹാത്മാഗാന്ധിയുടെ രാജ്ഘട്ടില് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും വന്ന് ആ സ്മൃതി മണ്ഡപത്തിലെത്തി ബഹുമാനം അർപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ആദരം അർപ്പിച്ചിട്ടോ അഞ്ജലി അർപ്പിച്ചിട്ടോ പോകാൻ പറ്റും. പണ്ട് ബിൽ ക്ലിന്റൺ ഇന്ത്യയിൽ വന്നപ്പോൾ, അമേരിക്കൻ പ്രസിഡന്റ് വന്ന സമയത്ത് അതിന്റെ മുകളിൽ ഷൂസ് ഇട്ട് പട്ടിയും കൊണ്ട് കയറിയിട്ടുണ്ട് അവിടുത്തെ അമേരിക്കൻ പ്രസിഡന്റിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ. കുറച്ചു ദിവസം ഇവിടെയൊക്കെ ചർച്ച ചെയ്തു ഇംഗ്ലീഷ് ചാനലിലൊക്കെ, പക്ഷെ എന്താ ഒന്നും സംഭവിച്ചില്ല. എന്തായാലും മഹാത്മാഗാന്ധിയുടെ രാജ്ഘട്ട് സൂക്ഷിക്കുന്നതിന്റെ അതുപോലെയൊക്കെ സൂക്ഷിച്ച പറയാം മന്നം ജയന്തിയില്.
അപ്പൊ ഇദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ ഈ പട്ടിയെ കയറ്റാൻ അനുവദിക്കത്തില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ ദൈവത്തിനെ അവിടെ വെച്ചിട്ട് ദൈവം കോപിക്കും എന്ന് പറയുന്ന രീതിയിൽ ഇപ്പം മന്നത്തിനെ ദൈവമാക്കി ഇദ്ദേഹം പൂജാരിയായി മാറാനുള്ള ശ്രമമാണ് ഇപ്പം ഇത് നടക്കുന്നത്. ഇത് ഈ സമുദായം തിരിച്ചറിയുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് പേര് ഇതിൽ അമർഷമുണ്ട്. കാരണം സാമാന്യമായി ചിന്തിക്കുകയും വിദ്യാഭ്യാസമുള്ള വ്യക്തികൾക്കൊന്നും ഇത്തരത്തിലുള്ള ഈ ജീർണതയെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പൊ ഇപ്പം ഗണേഷ് കുമാർ ഇദ്ദേഹത്തിനെതിരെ രംഗപ്രവേശം ചെയ്യുന്നു. അത് ഈ സുകുമാരൻ നായരുടെ ജീർണത ഇപ്പൊ ഒരു 10 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഗണേഷ് കുമാറിന്റെ ഡിഗ്രി ഒരു 100 ജീർണത 100 ഡിഗ്രിയാണ്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവത്തില്ല. പക്ഷെ ഇത് ഈ സുകുമാരൻ നായരാണെങ്കിലും വെള്ളാപ്പള്ളി നടേശനാണെങ്കിലും ഒക്കെ നമ്മുടെ കേരള സമൂഹം ഇത് നേരിടുന്ന ജീർണതയുടെ പ്രകടിത മുഖങ്ങളാണ്. അതാണ് ഇപ്പൊ ഉപരാഷ്ട്രപതി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഉപരാഷ്ട്രപതിക്ക് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സാമൂഹിക പരിഷ്കർത്താവിന്റെ, അദ്ദേഹം ദൈവമല്ല കേട്ടോ, സാമൂഹിക പരിഷ്കർത്താവ് തന്നെയായിരുന്നു. ആ പരിഷ്കർത്താവിന്റെ സ്മൃതി മണ്ഡപത്തിൽ വന്നിട്ട് ശവകുടീരത്തിൽ വന്നിട്ട് 2 പൂവിട്ടിട്ട് പോകാൻ പറ്റത്തില്ല എന്ന അവസ്ഥ യഥാർത്ഥത്തിൽ അത് കേരളത്തിലെ ജനങ്ങൾക്കുള്ള ഒരു വെല്ലുവിളി കൂടിയാണ്. ഞാനിവിടെ എന്തും ചെയ്യും. യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേന്ദ്ര സർക്കാരിനും ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ അല്ലെ BJPക്കും ചില ലക്ഷ്യങ്ങളുള്ളതിന്റെ പേരിലാണ്. അതല്ലെങ്കിൽ സത്യം വളരെ ശക്തമായിട്ട് ഇതിനെയൊക്കെ നേരിടേണ്ടതാണ് ഒരു ഗവൺമെന്റ് തലത്തിൽ. കാരണം ഉപരാഷ്ട്രപതിക്ക് അദ്ദേഹത്തിന് കിടക്കാൻ ഒരു അനുവാദം നിഷേധിക്കുന്ന ഒരു സ്ഥാപനം ഇന്ത്യയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഭരണഘടനയെ തന്നെ വെല്ലുവിളിക്കല്ലേ, അല്ലേ? അപ്പൊ അതാണ് സംഭവിച്ചത്. ഇതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഉപരാഷ്ട്രപതി വന്നു കഴിഞ്ഞാൽ മാധ്യമങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഉപരാഷ്ട്രപതിയിലേക്ക് പോകും. തന്റെ പ്രാമാണ്യം അവിടെ കാണിക്കാൻ പറ്റത്തില്ല. മറിച്ച് മറ്റാരെങ്കിലുമൊക്കെ കേന്ദ്രമന്ത്രിമാർ വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം ഇങ്ങനെ ഇരിക്കും. അവർ വന്ന് ഓച്ചാനിച്ച് നിന്നിട്ട് തൊഴുതിട്ട് പോകും. അപ്പം പത്രക്കാർ വന്ന് ചോദിക്കുന്നത് വന്നിരുന്നു അങ്ങനെയൊക്കെയുള്ള എക്സ്പ്രഷൻ കണ്ടിട്ടില്ലേ? അപ്പൊ ആ രീതിയിൽ അതാണ് അതിന്റെ ഒരു പ്രശ്നം. ചെറിയ മനുഷ്യൻ ഒരു വലിയ കസേരയിൽ ഇരിക്കുന്നതിന്റെ പ്രശ്നമാണ്.